അപ്പോൾ ഡോണ്ട് ബൈ ഓല. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ബേസിക്കലി എൻ്റെ അടുത്ത് 3 EV സ്കൂട്ടേഴ്സ് ഉണ്ട്. അതായത് ഒന്ന് ആംപിയറിൻ്റെ മാഗ്നസ്, രണ്ടാമത്തേത് ഓല എസ്, പിന്നെ നമ്മുടെ ലേറ്റസ്റ്റായ ഏതാ. ഇത് 3 ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ടോപ്പിക്ക് പറയുന്നതിന് മുമ്പേ ബാക്കിയുള്ള എൻ്റെ EVനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റത്തെ ആംപിയറിൻ്റെ EV നിങ്ങൾക്ക് ഈ കാണുന്ന ഈ ആംപിയറിൻ്റെ EV ഫസ്റ്റ് ജനറേഷനാണ്. അതായത് EVൻ്റെ പറയുന്നത് ഫസ്റ്റ് ജനറേഷൻ. അതാണ് ഇത്രയും ഫീച്ചറിസ്റ്റിക് ആയിട്ടോ ഒന്നും ഇറങ്ങാത്തത് വണ്ടി. ഒരു ബേസിക് ഫസ്റ്റ് ഓഫ് ഓൾ ഇറങ്ങിയ വണ്ടി. അതിൻ്റെ ബാറ്ററി പാക്ക് തന്നെ നമ്മുടെ സാധാരണ നോർമൽ നമ്മളെ കാറിൻ്റെയൊക്കെ ബാറ്ററി പാക്ക് ഉണ്ടാവില്ലേ, അതുപോലത്തെ ഒരു ബാറ്ററി പാക്ക് വരുന്നതാണ്. ചാർജിങ് ടൈം കൂടുതലാണ്. ബട്ട് അതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ അതെടുത്തിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ 3 ഇയേഴ്സിന് മേലെയായിട്ട് അതിനിപ്പോൾ എന്താ പറയുക, നമ്മളെ 80 കിലോമീറ്റേഴ്സ് റേഞ്ച് പറയുന്നത്. 80 കിലോമീറ്റേഴ്സ് റേഞ്ച് പറയുന്നുണ്ടെങ്കിൽ അതിൽ 2 മോഡുണ്ട്. അതിൽ ലോവസ്റ്റ് മോഡിലിട്ട് കഴിഞ്ഞാൽ 80 കിട്ടിയിരിക്കും. ഇപ്പോഴും 80 കിട്ടിയിരിക്കും. അതാണ് അതിൻ്റെ ഒരു കാര്യം. ഏറ്റവും പഴയൊരു വേരിയൻറ്റ്, ഏറ്റവും പഴയ, അതിനിപ്പോഴും കണ്ണൂർ സർവീസ് സെൻ്റർ ഉണ്ട്, ഇരിട്ടി ഉണ്ട്, മട്ടന്നൂരുണ്ട്, ഇവിടെയൊക്കെ സർവീസ് സെൻ്റർ ഉണ്ട്. അതുപോലെ തന്നെ അതിൽ വരുന്നൊരു കംപ്ലയിൻറ്റ് വെച്ചാൽ നോർമലായിട്ട് വരുന്ന കംപ്ലയിൻറ്റ്, അതായത് നമ്മളെ പഴയ ഒരു സ്റ്റൈലുള്ള നമ്മളെ ബൈക്കിൻ്റെയൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ടാവും, നമ്മളെ ലെഫ്റ്റിലേക്ക് ആക്കുന്ന പഴയ മോഡൽ, അതിലൊക്കെ ക്ലാവ് പിടിച്ചിട്ട് മഴയത്ത് ഓണാകാത്തൊരവസ്ഥ. ഇതാണ് അതിൽ വരുന്ന കംപ്ലയിൻറ്റ്. വേറൊന്നും വരുന്നില്ല. ബട്ട് അതിലൊട്ടും ഫീച്ചറില്ല, ഒരു ഫീച്ചറും ഇല്ല, ഒന്നുമില്ല അതിൽ. നോർമൽ ഒരു EV. ബട്ട് EV ഓണേഴ്സ് ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. കാരണം ഇപ്പോൾ ഒരു വർഷം 2 വർഷം എടുത്ത ഒരാൾക്ക് ഈ എന്താ പറയുക, ഫീച്ചറൊന്നും വേണ്ട, റേഞ്ച് മാത്രമേ വേണ്ടൂ, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും മാക്സിമം ഒരു 90% ആൾക്കാരായിരിക്കും. ഇനി റിസ്തേൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. റിസ്തേൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയായിട്ട് എനിക്ക് ഒരു കംപ്ലയിൻറ്റ് പോലെ അതിന് കിട്ടിയില്ല. അല്ല, അവരെ സർവീസ് പക്കയാണ്. 5000 കിലോമീറ്റർ സർവീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ സർവീസ് പക്ക. എന്താ പറയുക, റേഞ്ച് 128 കിലോമീറ്റർ റേഞ്ച് പറഞ്ഞാൽ 128 കിട്ടിയിരിക്കും, പക്കായിട്ട് കിട്ടിയിരിക്കും. പിന്നെ പ്രൈസിങ് വരുമ്പം ആംപിയറിന് ഏകദേശം 1 ലക്ഷത്തിൽ താഴെ വരുന്നുള്ളൂ. ഓല S1 വരുന്നത്, എൻ്റെ ഫസ്റ്റ് ജനറേഷൻ ഓല S1 1.25 കൊടുത്തിട്ടാണ് എടുത്തത്. ഏതർ റിസ്ത ഓൾമോസ്റ്റ് 2 ലാഖിൻ്റെ അടുത്ത് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ 3ൻ്റെ റേഞ്ച് പറഞ്ഞാൽ ആംപിയറിനാണെങ്കിൽ 80 കിലോമീറ്റേഴ്സ്, ഓലക്കാണെങ്കിൽ 131 റേഞ്ച്, ഏതർ റിസ്ത 128. ഇതിൽ ഈ 2 വണ്ടികളും പക്കയാണ്, ഒരു കുഴപ്പമില്ല. ഏറ്റവും ഏറ്റവും പഴയ വണ്ടി, ഏറ്റവും പുതിയ വണ്ടി ഓക്കെയാണ്. സാധാരണ നമ്മളെ ഒരു വണ്ടി ഇറക്കി കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ആയി അത്രയും മാർക്കറ്റിംഗ് പിടിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിക്കാർ ആ ഒരു വെഹിക്കിളിന് അത്രയും നല്ലതാക്കിയിട്ടേ കൊണ്ടുപോകും. നല്ലത് എങ്ങനെയാണോ അപ്ഡേറ്റ് ചെയ്ത് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് കൊണ്ടുപോകും. ഓല നേരെ തിരിച്ചാണ്. ഇനി നമുക്ക് ഓലയിലേക്ക് വരാം. ഓലേനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അടുത്തുള്ള ഫസ്റ്റ് ജനറേഷൻ ഓലയാണ്, ഓല S1 എന്ന് പറഞ്ഞ മോഡൽ. അതിൽ ഞാൻ എടുക്കുമ്പോൾ ഉള്ള മിഡ് വേരിയൻ്റ് ആയിരുന്നു, അതായത് ഓല S1 Pro. അതിൽ S1 എന്ന് പറയുന്നത് മിഡ് വേരിയൻറ്റ് 1.25 131 കിലോമീറ്റർ റേഞ്ച് പറയുന്നത്, IDC റേഞ്ച് പറയുന്നത്. 131 റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, എക്കോയിലാണ് അത് പറയുന്നത്. 131 കിട്ടില്ല, 100 കിട്ടിയാലായി. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു എക്കോ മോഡൽ ഇട്ടിട്ട് നമുക്ക് നോർമലി ഒരു റോഡിൽ നമുക്ക് ഓടിക്കാൻ പറ്റില്ല, കാരണം അത്രയും മടുക്കും. ഇനി നോർമൽ മോഡൽ ഇട്ട് കഴിഞ്ഞാൽ 102 കിലോമീറ്റർ റേഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80 മാത്രമേ കിട്ടൂ. ഇതൊന്നും ഞാൻ 2 വർഷം കഴിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളല്ല, ഫസ്റ്റ് വണ്ടി എങ്ങനെയാണോ എടുത്ത പാട്ടിൽ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങളാണ്. ബാക്കി ഒരു വണ്ടിക്ക് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ ഓലയുടെ ഒരു സ്കാമേ പറഞ്ഞാൽ, ഓല ഇപ്പോൾ Gen 3 ഇറക്കി 320 കിലോമീറ്റർ IDC റേഞ്ച് എന്ന് പറഞ്ഞിട്ട്. അതെങ്ങനെയാണ് അവരങ്ങനെ കൊടുക്കുന്നത് എനിക്കറിയില്ല. എന്നിട്ടും ഇത്രയും കംപ്ലയിൻറ്റ്സ് വന്നിട്ടും പോയി എടുക്കുന്ന കുറേ പേരുണ്ട്. 250 കിലോമീറ്റർ റേഞ്ച് പ്രതീക്ഷിച്ചിട്ട് പോയാൽ മതി. അതിന് ഓൾമോസ്റ്റ് റിസ്തേൻ്റെ പൈസയുണ്ട്, റിസ്തേനേക്കാളും പൈസയുണ്ട് അതിന്. ഇനി ഇവരുടെ സർവീസിനെ കുറിച്ച് പറയാം. ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നൊരു പാർട്ടാണ് ഓലേൻ്റെ സർവീസ്. എന്നിട്ട് അവർ ഡിസംബറിലേക്ക് ഹൈപ്പർ സർവീസ് എന്ന് പറഞ്ഞ സർവീസ് സെൻറ്റർ ഇത്രയും കൂടുതൽ ഡയഗ്നോസിസ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അവർ ഇറക്കി. ഇതൊക്കെ ആരെ തോപ്പിക്കാൻ അല്ലെങ്കിൽ ആരെ കാണിക്കാനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല.
നമ്മുടെ ഫസ്റ്റ് ഒരു ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കുമ്പോൾ 2 വണ്ടി നമുക്ക് മനസ്സിൽ വരും. ഒന്ന് ഓല, ഒന്ന് ഏതർ. ഇത് 2 കാര്യങ്ങൾ. അന്ന് ഓല S1 Pro, പിന്നെ ഏതറിൻ്റെ 450, 450X, ഈ 2 വെഹിക്കിൾസ്. പ്രൈസിങ് നോക്കുമ്പോൾ, റേഞ്ച് നോക്കുമ്പോൾ ഓലയാണ് ബെറ്റർ. അന്നേരം നമുക്ക് എന്താ പറയുക, ഒരു റേഞ്ച് കാണിക്കുന്ന ഒരു വ്ളോഗോ കാര്യങ്ങളൊന്നും അന്ന് ഇറങ്ങിയിട്ടില്ല. അന്ന് അത്രയും കുറവ് വണ്ടി ഇറങ്ങിയിട്ടുള്ളൂ. ബട്ട് പ്രൈസിങ് ഇതാ കണ്ട് നമ്മൾ എടുത്തു പോകും. ഇനി ഏതറിലേക്ക് വരുമ്പോൾ ഫീച്ചറിസ്റ്റിക് ആയിട്ട് അവർ ചിന്തിക്കുന്നില്ല. അവർ ഒരു EV എന്തിനാണ് നമ്മൾ എടുക്കുന്നത്, കൂടുതൽ റേഞ്ച് കിട്ടാൻ. ആ ഒരു കാര്യം മാത്രം അവർ നോക്കുന്നത്. കാരണം ഏതർ റേഞ്ച് ഉണ്ട്, പിന്നെ അതിൽ മാപ്പ് ഉണ്ട്. റിസ്തയിലേക്ക് വരുമ്പോഴാണ് ഇതൊക്കെ വരുന്നത്. മാപ്പ്, ഹിൽ ഹോൾഡിങ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അവർ സോഫ്റ്റ്വെയർ പക്കയാണ്, അപ്ഡേറ്റ് പക്കയാണ്, അവരെ സ്റ്റേബിളായിട്ടുള്ള സോഫ്റ്റ്വെയറാണ്. ഹിൽ ഹോൾഡ്, ഓട്ടോമാറ്റിക് ഇൻഡിക്കേറ്റർ, ഹെഡ്ലൈറ്റിൻ്റെത്, സൈഡ് സ്റ്റാൻഡ് സെൻസർ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പക്കയാണ്. കീ ഉണ്ട്. ഇനി ഓലയിലേക്ക് വരുമ്പോൾ കീ ഇല്ല. ഓല അന്ന് ഈ ഒരു ഫീച്ചർ ഇറക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഒരു നല്ല കാര്യമായിട്ട് തോന്നും. നമുക്ക് ഫോണൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഇത് കൊന്നാലും എടുത്തൊരു കീ ഉള്ള വേരിയൻറ്റ്. ഇപ്പം കുറേ S1X, S1X Plus, S1 Pro Gen 3, ഇങ്ങനത്തെ കുറേ ഇറങ്ങിയിട്ടുണ്ട്. ഇതിലൊക്കെ കാര്യങ്ങൾ കൂടുതൽ ആൾക്കാർ എടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും എടുക്കുന്നുണ്ട്. കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എൻ്റെ അടുത്ത് ഓല ഉള്ളതുകൊണ്ട്. ഇനി ഓലയുടെ കാര്യം വരുവാണെങ്കിൽ 2 വർഷം മുന്നേ മെയിൽ ഞാൻ വണ്ടി എടുത്തു. വണ്ടി എടുത്തപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ന്യൂസുകൾ വരാൻ തുടങ്ങി, കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളിലോ. അപ്പോൾ എന്നോട് എല്ലാവരും പറയും എൻ്റെ ഭാഗ്യമാണ്, പിന്നെ എനിക്കൊരു കംപ്ലയിൻറ്റ് വന്നില്ലല്ലോ. അന്നേരം ഞാൻ ചിന്തിച്ചു, 100 വണ്ടി എടുത്ത് കഴിഞ്ഞാൽ അതിൽ ഒരു 90 വണ്ടി കംപ്ലയിൻ്റ് ആയിരിക്കും. ബാക്കിയുള്ള 10 വണ്ടിയിൽ ഒന്നായിരിക്കും എൻ്റെത്. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഇനി 1 വർഷം ആകുന്നതിന് മുന്നേ ഫസ്റ്റ് എനിക്ക് കിട്ടിയ കംപ്ലയിൻറ്റ് ഡിസ്പ്ലേ ഫ്ലിക്കറിങ്, ഡിസ്പ്ലേ സ്റ്റക്ക്. ഫ്ലിക്കറിങ് ആയിക്കോട്ടെ, നമ്മൾ ഈ ഇലക്ട്രിക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫീച്ചറൊന്നുമല്ല നോക്കുക, ഈ റേഞ്ച് കിട്ടാൻ. ഫ്ലിക്കറിങ് ആയിക്കോട്ടെ, വണ്ടി ഓടുന്നുണ്ടല്ലോ, കുഴപ്പമില്ല, മുതലാവുമല്ലോ എന്ന് വെച്ചിട്ട് സ്റ്റക്കാകാൻ തുടങ്ങി. നമ്മൾ ഈ പാസ്വേഡ് അടിക്കുമ്പോൾ സ്റ്റക്കാവും. പാസ്വേഡ് അടിച്ച് സ്റ്റക്കായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കും. എന്തെങ്കിലും അത്യാവശ്യം എടുക്കാൻ പോയി കഴിഞ്ഞാൽ നടക്കില്ല. പിന്നെ റീബൂട്ട് ചെയ്യണം. ഒരു മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞ് സാധനം ഓക്കെ ആവും. സാധാരണ ഒരു അപ്ഡേഷൻ കൊണ്ടുവരുമ്പോൾ അവരെ റെക്ടിഫൈ ചെയ്ത് നോക്കുക. ഇത് പിന്നെ ഒരു അപ്ഡേഷൻ വന്നപ്പോൾ സൈഡ് സ്റ്റാൻഡ് സെൻസർ സെൻസിങ്ങിൻ്റെ ഇത് കട്ടായി. സെൻസ് ചെയ്യുന്നില്ല. വണ്ടി റണ്ണിങ്ങിൽ വന്ന് ജസ്റ്റ് ചെറിയൊരു സ്പീഡിൽ നമ്മൾ വന്നിട്ട് സ്റ്റാൻഡ് ഇട്ടിട്ട് സ്റ്റാൻഡ് സെൻസ് ചെയ്യില്ല. വണ്ടി ഓഫ് ആവാണ്ട് ഇങ്ങനെ കിടക്കും. അങ്ങനെ കിടന്നിട്ട് ഒരു വലിയൊരു അപകടം ഒഴിവായിട്ടുണ്ട്. ചെറിയ കുട്ടികൾ വന്ന് വണ്ടി നേരെ തിരിച്ചറിയാണ്ട് വണ്ടി അങ്ങ് പോയി. ഒരാൾ മുന്നിലുള്ളതുകൊണ്ട് വണ്ടി എപ്പോഴും ബ്രേക്ക് പിടിച്ച് നിർത്തി എങ്ങനെയാണ്, അല്ലെങ്കിൽ നല്ലൊരു അപകടം ഉണ്ടാകും. അത് പിന്നത്തെ അപ്ഡേറ്റിൽ ബീറ്റ വേർഷൻ വന്നപ്പോൾ തന്നെ ഞാൻ കയറി ചെയ്ത്. അതുകൊണ്ട് അത് റെക്ടിഫൈ ആയി. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ ചാർജർ അടിച്ചു പോയി. ഞാൻ നേരെ ഓൺലൈൻ ഷോറൂമിൽ പോയപ്പോൾ പിറ്റേന്ന് വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞ് ഡയറക്റ്റ് എനിക്ക് ചാർജർ തന്നു. അന്നേരം ഞാൻ വെച്ച് സർവീസ് ഓക്കെ, പക്ക. ഒറ്റ ദിവസം കൊണ്ട് സാധനം എനിക്ക് കിട്ടി. ചാർജർ പുതിയ വേരിയൻ്റാണ് വന്നത്, ഇപ്പോൾ ഇറങ്ങുന്ന ചാർജറാണ് വന്നത്. പണ്ടൊക്കെ നോർമൽ പ്ലഗ്ഗാണ്. ഇപ്പോൾ ടെസ്റ്റിങ്ങിനായിട്ടുള്ളത് എന്തോ ഒരു ബോക്സൊക്കെ ആയിട്ടുള്ള പ്ലഗ്ഗെല്ലാം വരുന്ന ചാർജറാണ് വരുന്നത്. എന്നിട്ട് അത് റെക്ടിഫൈ ആയി. പിന്നെ നമ്മൾ ഈ ഡിസ്പ്ലേൻ്റെ ഇഷ്യൂ എനിക്ക് മടുത്ത് തുടങ്ങിയപ്പോൾ എന്താ പറയുക, സ്റ്റക്കായിട്ട് പിന്നെ ഈ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വരില്ല, റീബൂട്ട് ചെയ്താലും ശരിയാവുന്നില്ല എന്നുള്ള അവസ്ഥ. അപ്പോൾ എങ്ങനെയല്ലേ ഞാൻ കൊണ്ടുപോയി അവിടെ കൊടുത്ത്. അപ്പോൾ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഡിസ്പ്ലേൻ്റെ പ്രശ്നമാണ്, ഡിസ്പ്ലേ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. ഡിസ്പ്ലേ ചേഞ്ച് ചെയ്ത് ഞാൻ അവിടെ വെച്ച് ഒരു 5-6 ദിവസം വണ്ടി അവിടെ വെച്ച്. ഞാൻ വണ്ടി എടുക്കാൻ പോയപ്പോൾ ഡിസ്പ്ലേ ഒന്നും മാറിയിട്ടില്ല. ഞാൻ വെച്ചാൽ എന്തുകൊണ്ടാണ് മാറാഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞു വയറിങ്ങിൻ്റെ ഇഷ്യൂ കുഴപ്പമില്ല. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഓക്കെയാണ്, കുഴപ്പമില്ല. അത് ചെക്ക് ചെയ്ത് വന്ന് പിറ്റേന്ന് തന്നെ സാധനം പിന്നെയും ഇങ്ങനെ തന്നെ. പിന്നെയും നമ്മൾ ഈ വണ്ടി എടുത്ത് കൊണ്ടുപോകാൻ നമുക്ക് ഈ സാധനം യൂസ് ചെയ്യണ്ടേ. വാറണ്ടി പീരീഡിലായതുകൊണ്ട് അതൊക്കെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത് പറയുമ്പോൾ നമ്മുടെ ഈ സൈഡ് സ്റ്റാൻഡ്, ഇന്നേ വരെ ഒരു വണ്ടിക്ക് ഞാൻ ഇങ്ങനെ ഒരു സൈഡ് സ്റ്റാൻഡ് കണ്ടിട്ടില്ല. ഒരു ചെറിയൊരു കുന്നിറക്കത്തിൽ വണ്ടി വെച്ച് കഴിഞ്ഞാൽ വണ്ടി അങ്ങ് പോകും. എൻ്റെ ഈ വണ്ടി ഇങ്ങനെ തന്നെ പോയിട്ട് മുമ്പിൽ 2 സൈഡ്, 2 താഴത്തെ ഒരു പോർഷൻ, മേലത്തെ ഒരു പോർഷൻ, ഇതിൻ്റെ ക്ലിപ്പൊക്കെ ഇളകിപ്പോയി. ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് വരുന്നത് ഈ ക്ലിപ്പ് ഇളകി വരുന്നത്. ഒരു വീലിന് സാധനം തീരും, ക്ലിപ്പ് ഇളകി പൊട്ടി, പിന്നെ ഇതിന് ഒച്ചപ്പാടായിരിക്കും. പിന്നെ ഈ സാധനം മാറ്റണമെങ്കിൽ ഫ്രീ ആയിട്ട് മാറ്റി തരുന്നില്ല. പിന്നെ ഈ സാധനം മൊത്തത്തിൽ ഫുൾ സെറ്റ് മാറ്റണം. എന്തിനാണ് മാറ്റുന്നത്? ഞാൻ കുറേ അന്വേഷിച്ച് എന്നായുണ്ട്. പിന്നെ നമ്മൾ ഈ കേബിൾ ടൈ ഉണ്ട്, ഏറ്റവും ലെങ്ത് കൂടിയ കേബിൾ ടൈ. എൻ്റെ ബ്ലാക്ക് വണ്ടി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ബാക്കിയുള്ള റെഡ് വണ്ടിക്കൊക്കെ ഈ റെഡ് കേബിൾ ടൈ കിട്ടണം. ഈ കേബിൾ ടൈ ഇട്ട് ടൈറ്റാക്കി കെട്ടി. അന്നേരം കുറച്ച് സൗണ്ട് അങ്ങ് നിന്നു. ഷോക്കിൻ്റെ പ്രശ്നം.
ഷോക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്ന ഷോക്കാണ് എനിക്ക് കിട്ടിയത്. അതിൽ പോലും എൻ്റെ എന്താ പറയുക ഇങ്ങനെ ഇളകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ എന്തോ ആയിക്കോട്ടെ, എങ്ങനെയെങ്കിലും വണ്ടി ഓടിയാൽ മതിയേ നമുക്കുള്ളൂ. കുറച്ചുകൂടി കഴിഞ്ഞ് ഇപ്പോൾ ഈ ഒരു വർഷം മെയ് ആകുമ്പോഴത്തേക്ക് 2 വർഷമായി, കറക്റ്റ് 2 വർഷം ആകുമ്പോഴത്തേക്ക് ബാറ്ററീൻ്റെ ഇഷ്യൂ തുടങ്ങി. ബാറ്ററിക്ക് ആദ്യം ഒരു ഇഷ്യൂ കണ്ടിരുന്നു. കാരണം ഒരു 10% ചാർജ് ആയിട്ട് 9 ആകാണ്ട് പെട്ടെന്ന് 0 ആയി കളയുക, ഫുള്ള് ഡെഡ് ആവുക. പിന്നെ ഓൺ ആയി കഴിഞ്ഞാൽ പിന്നെയും ശരിയാവും. ചിലപ്പോൾ റീബൂട്ട് ചെയ്താൽ 2% പിന്നെയും കിട്ടും. അങ്ങനെയൊക്കെ കളിച്ച്, എന്നാലും അത് ഇടയ്ക്ക് കിട്ടുന്നുണ്ടോ. പിന്നെ അങ്ങനെ ചാർജ് കുറക്കലില്ല. പിന്നെ നേരെ 20 എനിക്ക് കിട്ടാൻ തുടങ്ങി. 20 19 ആയി കഴിഞ്ഞാൽ ആകെ 80 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്നത് സാധനം 20 കിലോമീറ്റർ ആടെ റെഡ്യൂസായി, വെറും 60 കിലോമീറ്റർ റേഞ്ച്. ഇനി ഇന്ന് വേറെന്ന് പറഞ്ഞില്ല, ഫുൾ ചാർജ് ആണെങ്കിൽ 70% ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ ഒറ്റയടിക്ക് 100ലേക്ക് പോകും. അപ്പോൾ ഇത് എത്ര റേഞ്ച് കിട്ടുന്നത്? 50 40. പിന്നെ നമ്മൾ എന്ത് ചെയ്യും വണ്ടി എടുക്കുന്നത്? ഈ ഓല എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാറണ്ടി പീരീഡ്, അതായത് ബാറ്ററി വാറണ്ടി പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 60,000 കിലോമീറ്റർ. 60,000 കിലോമീറ്റർ ആവുന്ന വണ്ടി കുറവായിരിക്കും 3 വർഷത്തിനടുത്ത്. ഇത്രയും റേഞ്ച് കുറവുള്ള വണ്ടി. എൻ്റെ വണ്ടി തന്നെ ഇപ്പോൾ 26,000 കിലോമീറ്റർ ഓടി. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടി ആയതുകൊണ്ട്. ബാറ്ററി ഇഷ്യൂ വന്നു. ഞാൻ അവിടെ നേരെ കൊണ്ടുപോയി, എനിക്ക് ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല, ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ നേരെ കൊണ്ടുപോയി അവരുടെ അടുത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു വിളിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഈ ഡിസ്പ്ലേൻ്റെ ഇഷ്യൂ പറഞ്ഞു അവരോട്. ഡിസ്പ്ലേൻ്റെ ഇഷ്യൂ പറഞ്ഞപ്പോൾ എന്നോട് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ ഡിസ്പ്ലേൻ്റെ ഇഷ്യൂ പറഞ്ഞു. ഞാൻ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിട്ടു, വണ്ടീൻ്റെ അപ്ഡേഷൻ എന്ന് അറിയാം. കാരണം ഇത്രയും പെട്ടെന്ന് ആക്കുമല്ലോ. ബാറ്ററി എന്ന് പറഞ്ഞ സാധനം ജസ്റ്റ് വാറണ്ടി ആകുമ്പോൾ മാറ്റി വെക്കുകയോ വേണ്ടു. അത്രയും ചെറിയ പണിയാണ്, നമ്മുടെ ഈ മുമ്പിലത്തെ പാനൽ അയച്ച് വെക്കുന്ന പണിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിട്ടപ്പോൾ വണ്ടി അവിടെ തന്നെ ഉണ്ട്. ഞാൻ വണ്ടി വെച്ചത് ഹൈപ്പർ ചാർജിങ് സ്റ്റേഷൻ്റെ തൊട്ട് മുന്നിലായിട്ടാണ് വണ്ടി വെച്ചത്. വണ്ടി അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അപ്ഡേഷൻ എന്നാന്ന് ചോദിക്കാൻ പറയാം. അപ്പോൾ അവർ പറഞ്ഞ കാര്യം 1 മാസം എടുക്കും ഈ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു 1 മാസം അപ്പോൾ നമ്മൾ ഈ വണ്ടി വെക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ അവർ വണ്ടി വെക്കണം, എന്നാൽ മാത്രമേ നമുക്ക് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റുമെന്നൊക്കെ അവർ പറഞ്ഞു. ഓക്കെ, കുഴപ്പമില്ല. വണ്ടി അവിടെ വെച്ച് കറക്റ്റ് 1 മാസത്തിന് മുന്നേ എനിക്ക് വണ്ടീൻ്റെ അപ്ഡേഷൻ അറിയാൻ ഞാൻ കോൾ ചെയ്തു. ഇവരുടെ നമ്പർ, സർവീസ് സെൻ്ററിൻ്റെ നമ്പർ ഗൂഗിളിലില്ല. ഇവരെ ഒന്നും ഡീറ്റെയിൽസ് ഇല്ല. ഞാൻ അവിടെ പോയി അവിടെ എഴുതി വെച്ച നമ്പർ ഞാൻ എഴുതി വെച്ചിട്ട് എൻ്റെ ഫോണിലാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് ഞാൻ അതിൽ കയറി വിളിക്കുമ്പോൾ ഇവർ സ്വിച്ച് ഓഫ്. ഒരു 2 ആഴ്ചത്തോളം ഞാൻ വിളിച്ചു, സ്വിച്ച് ഓഫ്. പിന്നെ എനിക്ക് മടുത്തിട്ട് ഞാൻ 1 മാസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ ഈ ഒരു സർവീസ് സെൻ്ററെ പൂട്ടിയിട്ടുള്ളത്. ബട്ട് ഒരാളുണ്ട്, ഒരു ടെക്നീഷ്യൻ ഉണ്ട് അവിടെ. കുറേ ആൾക്കാർ വന്ന് തെറി പറഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ വണ്ടി നോക്കി, അത് ചുള്ളിലായിട്ടാണ് ഉണ്ടാവും. ഞാൻ നോക്കുമ്പോൾ 1 മാസം കഴിഞ്ഞിട്ട് വണ്ടി ഞാൻ എങ്ങനെയാണോ വെച്ചത് അത് അതേപോലെ തന്നെ ആ പൊസിഷനുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു ഇതിൻ്റെ അപ്ഡേഷൻ ഒന്നും. അപ്പോൾ അവർ പറഞ്ഞു ആയിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ ഈ 1 മന്ത് ടൈം എന്നോട് പറഞ്ഞത്, പിന്നെ നിങ്ങൾ എന്തിനാണ് 1 മന്ത് ടൈം പറഞ്ഞത്? നിങ്ങളുടെ ടിക്കറ്റ് അവർ 3 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് പോയപ്പോഴാണ് അവർ ടിക്കറ്റ് അതിലാക്കിയത് സർവീസിൻ്റെ. എന്നിട്ട് അതിൽ ബാറ്ററിനെ മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഡിസ്പ്ലേൻ്റെ എഴുതിയില്ല. അതൊക്കെ പറഞ്ഞു അതെല്ലാം റെക്ടിഫൈ ചെയ്താൽ ചെയ്യാമെന്ന്. അപ്പോൾ അവരോട് എന്നോട് പറഞ്ഞു ചെറിയൊരു ഡിലേ ഉണ്ട്, ഒരാഴ്ചയും കൂടി ടൈം വേണം. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അങ്ങോട്ട് വിളിക്കും. ഞാൻ ചോദിച്ചു നിങ്ങളെ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, ഫോൺ വിളിച്ച് സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ അവർ പറഞ്ഞ റീസൺ സർവീസ് മാനേജർ, ഇത് സർവീസ് മാനേജറുടെ നമ്പറാണ്, അത് സർവീസ് മാനേജറുടെ നമ്പറല്ല. സർവീസ് മാനേജറിനകത്തൊരു ടീമില്ല കണ്ണൂർ ടെക്നീഷ്യൻസിൻ്റെ നമ്പറായത്. സർവീസ് മാനേജർ ടൂറിന് പോയിട്ടുള്ള, അതുകൊണ്ട് സ്വിച്ച് ഓഫ് ആക്കി വെച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്ക് എൻ്റെ വണ്ടിയുടെ അപ്ഡേഷൻ അറിയാൻ വേണ്ടി ഞാൻ എങ്ങനെ കോൺടാക്ട് ചെയ്യും? നിങ്ങളെ എന്തായാലും വിളിക്കും ഒരാഴ്ചക്കുള്ളിൽ. ഞാൻ അവിടുന്ന് വണ്ടി എടുത്ത് പോയി. ഞാൻ അപ്പോഴും ശ്രദ്ധിച്ചു അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇനി സർവീസുകൾ എടുക്കുന്നില്ല, ഷോറൂം വേറെ അടുത്തൊക്കെ മാറണമെന്ന്. എവിടെ മാറുന്നത്, എന്ത് മാറുന്നൊന്നുമില്ല. ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ ഇവർ വിളിച്ച് ഫോൺ ഓണായി, ഇവർ എടുക്കുന്നില്ല. ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞ് 1 മാസമായിട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ ഇവർ എടുക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, നേരെ ഓലയുടെ കസ്റ്റമർ കെയറിൽ വിളിച്ചു, സർവീസ് കസ്റ്റമർ കെയറിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കംപ്ലയിൻ്റ് ഉണ്ട് എനിക്ക്. ഞാൻ കാര്യങ്ങൾ മൊത്തം പറഞ്ഞു, സ്റ്റാർട്ടിങ് തൊട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് തന്നെ റെക്ടിഫൈ ചെയ്തുതരാം, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ വരും എന്ന് പറഞ്ഞു. ഈ ഇൻഫർമേഷൻ വരും എന്ന് പറഞ്ഞിട്ടും ഒരാഴ്ചയായി, ഒരു ഇൻഫർമേഷനും ഒരു മെയിലും ഒരു മെസ്സേജും വന്നില്ല. ഞാൻ ഇന്നലെ പിന്നെയും എന്ത് ചെയ്തു, ഇവരെ വിളിച്ചു എടുക്കുന്നില്ല. കസ്റ്റമർ കെയറിൽ വിളിച്ചു, ഞാൻ ഈ കാര്യം പറഞ്ഞു. കസ്റ്റമർ കെയറിൽ വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അവർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഇതേ സെയിം ഡയലോഗ് തന്നെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ സെയിം ഡയലോഗ് തന്നെ പറയാണ്ട് എനിക്ക് എപ്പോഴാണ് എൻ്റെ വണ്ടീൻ്റെ അപ്ഡേഷൻ അറിയാമെന്ന് പറയാം. കാരണം എനിക്ക് വണ്ടി എങ്ങനെ, ഞാൻ എൻ്റെ വണ്ടി ഇങ്ങനെ ഈ മഴയത്ത് 1 മാസം 2 മാസം അവിടെ വെച്ചിട്ടിട്ടുള്ളത്.
അവരൊന്നും ചെയ്യുന്നില്ല, ഉള്ളിൽ പോലും എടുത്തു വെക്കുന്നില്ല. അപ്പോൾ ഒന്നിക്കൽ എനിക്ക് വണ്ടി ഇങ്ങ് തിരിച്ചെടുത്തിട്ട് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണ്ടെങ്കിൽ ചാർജ് വേണം. ചാർജ് ഫുൾ ഡെഡായി, ബാറ്ററി ഡെഡായ അവസ്ഥയിൽ ഞാൻ എവിടുന്ന് ചാർജ് ചെയ്യേണ്ടത്? അതിനും വഴിയില്ല. ഞാൻ പിന്നെ ഉരുട്ടി പോയിട്ട് ഏതെങ്കിലും ഷോപ്പിലൊക്കെ ചോദിച്ചിട്ട് ചെയ്യണം. അതിനും വഴിയില്ല. അപ്പോൾ ഇവർ പറഞ്ഞത് ഇവർക്ക് കേൾക്കാൻ റെഡിയാവുന്നില്ല. കസ്റ്റമർ കെയറിൽ വിളിക്കാനുള്ള അവസ്ഥയാണ്. കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് എന്നോട് പറയാം, നമുക്ക് ഫോഴ്സ്ഫുള്ളി കോള് ഡിസ്കണക്ട് ചെയ്യേണ്ടി വരും, നിങ്ങൾ പറഞ്ഞത് തന്നെ പറഞ്ഞു കൊടുക്കും. ഞാൻ പറഞ്ഞു നിങ്ങളും പറഞ്ഞ തന്നെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. എനിക്ക് ഇൻഫർമേഷൻ ഒന്നിക്കൽ എനിക്ക് കണ്ണൂർ സർവീസ് സെൻറ്ററിലെ നമ്പർ വേണം. അപ്പോൾ അത് അവർക്ക് തരാനുള്ള റൈറ്റ്സ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. സർവീസ് സെൻറ്ററിലെ നമ്പർ കസ്റ്റമേഴ്സിന് തരാനുള്ള റൈറ്റ്സ് ഇല്ല. ഇതൊന്നുമില്ല. എന്നിട്ട് ഞാനെന്ത് ചെയ്തു? എനിക്ക് ദേഷ്യം പിടിച്ച് ഞാൻ പറഞ്ഞ കൺസ്യൂമർ കോർട്ടിൽ ഞാൻ പരാതി കൊടുത്തതാണ്. ഞാൻ ഫോൺ വെച്ചു. എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ ഫുള്ള് വിളിച്ചുകൊണ്ടിരുന്നു. ആ ഒരു നമ്പറിൽ, എനിക്ക് കിട്ടിയ നമ്പറിൽ സർവീസ് സെൻറ്റർ വിളിച്ചുകൊണ്ട്. അങ്ങനെ ഫോൺ അവരെടുത്ത്. ഞാൻ ഇങ്ങനെ ചോദിച്ചു, നിങ്ങളൊക്കെ എൻ്റെ വണ്ടി 2 മാസമായിട്ട് അവിടെ വെച്ച് നിങ്ങൾ ഒരു അപ്ഡേഷനൊന്നും അറിയിക്കാണ്ട് നിങ്ങൾ എന്ത് വകയില്ല നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക? അപ്പോൾ എന്നോട് അവർ പറഞ്ഞാൽ അവിടെ ഇപ്പോൾ സർവീസ് സെൻറ്റർ ഇപ്പോൾ തളിപ്പറമ്പാണ്. ഞാൻ ചോദിച്ചു, നമ്മളൊരു വണ്ടി ഇനി എടുക്കേണ്ടത് തളിപ്പറമ്പ് വേണോ? അതിപ്പോൾ അവിടെ ഇലക്ട്രിസിറ്റീൻ്റെ ഇഷ്യൂ ഉള്ളു. ഞാൻ ചോദിച്ചു, നിങ്ങൾ വണ്ടി എന്തുകൊണ്ടായിരുന്നു എടുത്തു വെച്ചില്ല? ഞാൻ പറഞ്ഞു അത് അങ്ങനെ എന്തെല്ലോ ഒന്നല്ലോ പറഞ്ഞ് ഒഴിവാകുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഫോൺ എടുക്കുന്നില്ല? അപ്പോൾ അവർ വന്ന റിപ്ലൈ, ഇവിടെ സർവീസ് മാനേജർ ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിനെ നമ്മൾ ഡീൽ ചെയ്യണം. നമ്മളാ ടെക്നീഷ്യനാണ്. ടെക്നീഷ്യൻ ഇത്ര ജോബ് കാർഡ് ക്ലിയർ ചെയ്യണം, ഒരു ദിവസം ക്ലിയർ ചെയ്താലേ അവർക്ക് സാലറി കിട്ടും. ഇതെല്ലാം ഞാൻ ചോദിച്ചു, ഞാൻ 1.5 ലക്ഷം റുപ്യ എടുത്ത് വണ്ടി മേടിച്ചിട്ട് ഞാൻ ഈ സാധനം അവിടെ കൊണ്ടുപോയിട്ട് 2 മാസമായി. നിങ്ങൾക്ക് നിങ്ങളെ പൈസ ഇതാവെങ്കിൽ എനിക്ക് എൻ്റെ വണ്ടി 2 കൊല്ലത്തേക്ക് യൂസ് ചെയ്യാനല്ല ഞാൻ ഈ വണ്ടി എടുത്തത്. ഇപ്പോൾ 2 മാസമായി അവിടെ വെക്കുന്നത്. ഇനിയിപ്പോൾ 3 വർഷം വരെ വാറണ്ടി ഇല്ല. ഈ 3 വർഷം ആകാനായി കഴിഞ്ഞാൽ ഇവർക്ക് ഈ വാറണ്ടി കട്ടാവും. ഇനി വണ്ടിയുടെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ വാറണ്ടി കട്ടായി എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക? 3 വർഷമായി കഴിഞ്ഞാൽ അവർ വാറണ്ടി തരില്ല. അവർ ഇത്ര കാലം ശരിയാക്കിയില്ല. അപ്പോൾ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു, പിന്നെ എന്താണെന്ന് അറിയില്ല, അത് ഇത് എന്തൊക്കെ പറഞ്ഞു. ഞാൻ നമ്പർ പറഞ്ഞു കൊടുത്തു, വണ്ടി നമ്പർ പറഞ്ഞു കൊടുത്ത് അവർ പറഞ്ഞ് അത് ജോബ് കാർഡ് 2ാമത് ഇട്ടതാണ് പറഞ്ഞു. അപ്പോൾ ഇതാണ് ജെൻ 1ൻ്റെ പ്രശ്നം വരുന്നത്. ജെൻ 1ൽ ബെൽറ്റ് ഡ്രൈവ് നമ്മളെ കവേർഡാണ് വരുന്നത്, കുഴപ്പമില്ല. പിന്നെ ജെൻ 2ലേക്ക് വരുമ്പോൾ അതിൻ്റെ കവർ എടുത്ത് കളയും. പിന്നെ അതിൽ വരുന്ന കംപ്ലയിൻ്റ് വെച്ചാൽ 4000 കിലോമീറ്റർ ബെൽറ്റ് പൊട്ടും, കൺഫേം ആയിട്ട് ബെൽറ്റ് പൊട്ടും. അത് മാറ്റണം പൈസ കൊടുത്തിട്ട്. അത് ജെൻ 1ലില്ലായിരുന്നു ഭാഗ്യത്തിന്. പിന്നെ ഈ പ്രശ്നം വന്ന് ഞാൻ ചോദിച്ചു, എനിക്ക് എൻ്റെ വണ്ടിയുടെ അപ്ഡേഷൻ എനിക്ക് അറിയേണ്ടെങ്കിൽ ഞാൻ എന്നാ ചെയ്യേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഞാൻ ചോദിച്ചു, നിങ്ങളെ നമ്പർ ഇത് തന്നെയാണോ? ആന്ന് പറഞ്ഞു. ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഞാൻ നിങ്ങളെ നമ്പറിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ. അപ്പോൾ അവർ പറഞ്ഞ റിപ്ലൈ, നമുക്ക് ഈ പണീൻ്റെ ഇടക്ക് നിങ്ങളെ കസ്റ്റമേഴ്സിന്, അവിടെ വരുന്ന കസ്റ്റമേഴ്സിന് നോക്കണം, വണ്ടി നോക്കണം, അതിൻ്റെ ഇടയ്ക്ക് ഫോൺ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഫോൺ അറ്റൻഡ് ചെയ്യാൻ ഉള്ള അവസ്ഥയല്ല നമുക്ക്. ഞാൻ ചോദിച്ചു, പിന്നെ നമ്മളെ വണ്ടീൻ്റെ അപ്ഡേഷൻ അറിയാം, നിങ്ങൾ തോന്നിയ പോലെ വണ്ടി ഇട്ടിട്ട് ഞാൻ എൻ്റെ വണ്ടി എവിടെയാണെന്ന് അറിയേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? അവർക്ക് ഒരു റിപ്ലൈ ഇല്ല. ഞാൻ ദേഷ്യത്തിൽ പറഞ്ഞു. പിന്നെ മര്യാദയ്ക്ക് ഞാൻ പറയാൻ തുടങ്ങി. അപ്പോൾ അവരാരെയൊക്കെ വിളിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇത് ജെൻ 1 ആണ്. അപ്പോൾ ജെൻ 1 പ്രൊഡക്ഷൻ നിർത്തിയിട്ട് കുറേയായി. അപ്പോൾ ഈ ബാറ്ററി പാക്ക് വരിക ജെൻ 1ൻ്റെ ബാറ്ററി പാക്കാണ്. ഈ ഒരു റേഞ്ച് വരുന്നത് ഇനിയിപ്പോൾ ഇവർ പുതിയ ബാറ്ററി ഉണ്ടാക്കണം. കാരണം എന്ന് വെച്ചാൽ ജെൻ 1 പ്രൊഡക്ഷൻ നിർത്തി, ജെൻ 1ൻ്റെ സർവീസിൻ്റെ ഇതെല്ലാം നിർത്തി. ഇനി ജെൻ 2ൻ്റെതോ ജെൻ 3ൻ്റെതോ ബാറ്ററി പാക്കാണ് ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടത്. ബട്ട് അന്നേരം ഞാൻ ഇങ്ങനെ ചിന്തിച്ചത് അതിൻ്റെ റേഞ്ച് കറക്റ്റ് ആവില്ലല്ലോ. കാരണം ജെൻ 2ലും 3ലും വരുമ്പോൾ ഈ റേഞ്ച് വരുന്ന വെഹിക്കിൾസ് ഇല്ല, മാറ്റമുണ്ട്. അപ്പോൾ ബാറ്ററി അതിന് കണക്കായിട്ടില്ല ഉണ്ടാക്കുക. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പറഞ്ഞു പുതിയതായിട്ട് പ്രൊഡക്ഷൻ ചെയ്യുന്നു, അതായത് ജെൻ 2ൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നു. അപ്പോൾ ജെൻ 2 S1 Pro ഒക്കെയാണ് പ്രശ്നമില്ല, ജെൻ 2ൽ കുഴപ്പമില്ല. S1 തന്നെ വേരിയൻറ്റ് ജെൻ 2ലില്ല. അപ്പോൾ ഇവരെങ്ങനെ ബാറ്ററി ഇതിലേക്ക് യൂസ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ S1 Pro എടുക്കുന്നവർക്ക് കുഴപ്പമില്ല. S1 ഉള്ളവർ പെട്ടിട്ടാണ് എടുക്കുന്നത്, കാരണം പ്രൊഡക്ഷൻ നിർത്തി. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചാൽ എനിക്ക് ടൈം പീരീഡ് അറിയണം, എനിക്ക് എന്തായാലും ടൈം പീരീഡ് അറിയണം. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഈ മാസം 25-നുള്ളിൽ അപ്ഡേഷൻ നൽകുന്ന പറഞ്ഞത്. ഇനിയിപ്പോൾ ഈ മാസം 25 വരെ ഞാൻ നോക്കും. ഞാൻ ചോദിച്ചാൽ എൻ്റെ വണ്ടി എവിടെയുള്ളത്? അപ്പോൾ പറഞ്ഞു വണ്ടി അവർ തളിപ്പറമ്പ് കൊണ്ടുപോയി. ഞാൻ പറഞ്ഞു തളിപ്പറമ്പ് ഞാൻ ഇങ്ങോട്ട് എങ്ങനെയാണ് വണ്ടി എടുക്കുന്നത്? അത്ര റേഞ്ച് കിട്ടും. അപ്പോൾ അവർ പറഞ്ഞു ബാറ്ററി മാറ്റി കഴിഞ്ഞാൽ റേഞ്ച് കിട്ടുമെന്ന് അവർ പറഞ്ഞത്. നോക്കാം നമുക്ക്. അപ്പോൾ ജെൻ 1 എടുത്തവരെല്ലാവരും ഈ 3 വർഷം ആകുന്നതിന് മുമ്പ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പോയി കാണിച്ചു. കാരണം വണ്ടീൻ്റെ പാർട്സ് കിട്ടാൻ ഇല്ല. കുറേ പാർട്സൊക്കെ കിട്ടുമായിരിക്കും. ഇതേപോലത്തെ ബാറ്ററിയൊക്കെ പ്രൊഡക്ഷൻ നിർത്തി, ഈ സാധനങ്ങളൊന്നും കിട്ടില്ല. ഈ സാധനം കിട്ടാണ്ടാകുമ്പോഴുള്ള പ്രശ്നം, നിങ്ങൾ എപ്പോൾ വണ്ടി കൊണ്ടുപോയിടുന്നു അന്ന് തൊട്ടിട്ട് നിങ്ങളെ എപ്പോഴാണോ പാർട്സ് അവരുടെ അടുത്ത് എത്തുന്നത്, ഇപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടോ 3 മാസം കഴിഞ്ഞിട്ടോ പാർട്സ് അവരുടെ അടുത്ത് എത്തുന്നത്, എന്നാൽ മാത്രം നിങ്ങൾക്ക് വണ്ടി തിരിച്ചു കിട്ടും.
അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങളെ വാറണ്ടി കഴിയാനായി, ഇപ്പോൾ 2 മാസം ബാക്കിയുണ്ട്. നിങ്ങൾ ഇന്ന് പോയി കൊടുത്ത് വണ്ടി 3ാമത്തെ മാസം ആണ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടി ഇല്ല, വാറണ്ടി കട്ടായിട്ടുള്ളത്, വാറണ്ടി കഴിയും അപ്പോഴത്തേക്ക്. ഇതൊക്കെയാണ് ഓലയുടെ അവസ്ഥ. ഇത്രയും വലിയ എന്താ പറയുക, മാർക്കറ്റിംഗ് പിടിച്ചു, എല്ലായി അപ്ഡേഷൻ കൊണ്ടുവരുന്നുണ്ട്. അവർക്കൊരു നല്ല അപ്ഡേഷൻ കൊണ്ടുവരാം. ഇത്രയും സർവീസ് സെൻറ്റർ വരുത്തുന്നു, 1000 സർവീസ് സെൻറ്റർ എക്സ്ട്രാ വരുന്നു, ഏടിയും വന്നിട്ട് ഒന്നുമില്ല, ഒന്നും ആയിട്ടില്ല. ഇവരത് വെറും ഷോ മാത്രം, ഇവരെ മാർക്കറ്റിംഗ് പിടിക്കാനുള്ള ഷോ മാത്രം. എന്നിട്ടും ആൾക്കാർ കൊണ്ട് ഈ ഓല എടുക്കുന്നുണ്ട് ഇവരെ ഫീച്ചറിസ്റ്റിക്ക് കണ്ടിട്ട്. എന്തിനാണ് ഈ ഇത്രയും ഫീച്ചർ? ഈ 100 കിലോമീറ്റർ 80 കിലോമീറ്റർ റേഞ്ചുള്ള വണ്ടി ഇതിലെന്തിനാണ് ഈ മാപ്പ് കൊടുത്തിട്ടില്ല? 80 കിലോമീറ്റർ വെച്ചാൽ നമുക്ക് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അപ്പ് ആൻഡ് ഡൗൺ ആണ് 80 കിട്ടുന്നത്. ഈ 80 കിലോമീറ്റർ 40 കിലോമീറ്റർ ഉള്ളിൽ നമുക്ക് വഴി അറിയാത്തുണ്ടോ? പിന്നെ എന്തൊക്കെയോ ഫീച്ചർ, ഹിൽ ഹോൾഡ്, ഓട്ടോമാറ്റിക് ഇൻഡിക്കേറ്റർ, എന്താ പറയുക, എക്കോ മോഡ്, നോർമൽ, സ്പോർട്സ്, ഓട്ടോമാറ്റിക് ഹാലജൻ ഹെഡ്ലൈറ്റ്, പിന്നെ വീണ് കഴിഞ്ഞാൽ ഡിറ്റക്ഷൻ. ഇതൊക്കെ എന്തിനാ? നമുക്ക് റേഞ്ചേ വേണ്ടു. അപ്പോൾ ഇതെല്ലാം പുതിയ വന്ന കുറേ ഇഷ്ടംപോലെ വണ്ടിയുണ്ട്. ഏതറിസ്ത, ഇതൊക്കെ ഞാൻ ഓൺ ചെയ്യുന്ന വണ്ടിയാണ്. ഇതിനൊന്നും ഇങ്ങനത്തെ ഒരു പ്രശ്നം ഒന്നുമില്ല, പക്കയാണ്. ഓല ഇത്രയും മാർക്കറ്റ് പിടിച്ചിട്ട് പോലും ഇവർ ഇത് റെക്ടിഫൈ ചെയ്യാൻ കാണിക്കുന്നില്ല. വെറുതെ അല്ല ഈ ഷോറൂമിലും സർവീസ് സെൻ്ററിലും പോയിട്ട് ആൾക്കാർ തീയിടുന്നത്. അന്നൊക്കെ ഞാൻ ചിന്തിച്ചു എൻ്റെ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. ഇപ്പം നമ്മുടെ വണ്ടിക്ക് ഒരു കുഴപ്പം, നമുക്ക് സ്വന്തമായിട്ട് വണ്ടിക്ക് കുഴപ്പം വരുമ്പോൾ നമുക്ക് ഈ പ്രശ്നം അറിയുന്നത്. അപ്പോൾ കുറേ പേര് എന്നോട് ഓല എടുക്കുന്ന കാര്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം. ഇത് നോക്കി ഇത് കണ്ടിട്ട് മാത്രം എടുത്താൽ മതി, അല്ല എടുക്കണ്ട, കൊന്നാലും എടുക്കണ്ട. ഇനിയൊരു അപ്ഡേഷൻ വന്നു. ഇപ്പോൾ Gen 3 തന്നെ വന്നപ്പോൾ കുറേ ആട് വെച്ചാലും പറഞ്ഞത് 320 IDC റേഞ്ച് എന്ന് പറയുന്നത് 250 കിട്ടിയാലായി. പിന്നെ എന്തിനാ ഇവർ 320 എന്ന് കൊടുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓല എടുക്കണ്ട, കൊന്നാലും എടുക്കണ്ട. നിങ്ങൾക്ക് 2 വർഷം അല്ല 3 വർഷം വാറണ്ടി പീരീഡിനുള്ളിൽ 3 വർഷമേ വണ്ടി വേണ്ടു എന്നാൽ നിങ്ങൾ ഓല എടുത്ത് പോയിട്ട്. കാരണം റേറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ കുറച്ച് കുറവാണ് ഓല എടുക്കുമ്പോൾ, ബാക്കിയുള്ള വണ്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ. 3 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്ക്രാപ്പായിട്ട് കൊടുക്കാനാണ് നിങ്ങൾ വണ്ടി എടുക്കും. കാരണം 3 വർഷം കഴിഞ്ഞിട്ട് ബാറ്ററി മാറ്റണമെങ്കിൽ വണ്ടീൻ്റെ പകുതി പൈസേൻ്റെ മേലെ ബാറ്ററിക്ക് വരും. പിന്നെ ഉള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ വന്നിട്ട് ഓരോ സെല്ല് മാത്രം മാറ്റി കൊടുക്കുന്ന സ്ഥലം, ആരും സ്മോക്കയുടെ വീഡിയോ ഒക്കെ ഉണ്ട്. അങ്ങനെ പോയിട്ട് മാറ്റുന്നതാണ് കുഴപ്പമില്ല. എല്ലാം എടുത്ത് സ്ക്രാപ്പായി കൊടുക്കുക അല്ലാണ്ട് വേറെ നിവർത്തിയൊന്നുമില്ല. അപ്പോൾ S1 ഈ ജനറേഷൻ 1 ഉള്ളവർ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഓൺ ചെയ്യുന്ന ഇത്രയും 2 വർഷമായിട്ട് ഞാൻ ഓൺ ചെയ്യുന്നൊരു വണ്ടി നിനക്ക് എടുക്കണ്ട, കൊന്നാലും എടുക്കണ്ട. സർവീസിങ് ഇല്ല. ഞാൻ ഇപ്പോഴാണ് സർവീസിങ് 5 വർഷത്തിൽ സർവീസിങ് വരുന്നത്. 5 വർഷമല്ല, 5000 കിലോമീറ്റർ സർവീസ് ചെയ്യണം നാട്ടിലെന്തോ ഒരു ഇത് വന്നത്. ഞാൻ എടുക്കുന്ന ടൈമിൽ ഞാൻ സർവീസിൻ്റെ കാര്യം ചോദിച്ചു അവരോട്. ഈ വണ്ടിക്ക് സർവീസ് ഇല്ല എന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ കാണിക്കുക, ഇതാണ് നിന്നോട് പറഞ്ഞത്. ഞാൻ കംപ്ലയിൻറ്റ് ഒന്നും കാണിച്ചിട്ടില്ല, ഇല്ല, സർവീസിന് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഈ മാസം 28-നുള്ളിൽ അവർ വിളിക്കുകയില്ല അറിയാം. അത് വിളിച്ചു കഴിഞ്ഞ് എനിക്ക് വണ്ടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതുവരെ അല്ല, നിങ്ങൾ എടുക്കുന്നത് നോക്കിയും കണ്ട് എല്ലാവരോടും ചോദിച്ചിട്ടെടുത്തോ. ഇതാണ് എൻ്റെ അഭിപ്രായം, ഞാൻ യൂസ് ചെയ്തെല്ലാം അഭിപ്രായം. അപ്പോൾ ബൈ.